ഹായ് ഗായ്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സ്പെഷ്യൽ വീഡിയോ കൊണ്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇന്ന് നമുക്ക് ഷാപ്പിലെ തലക്കറിയും കപ്പയും, അതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത്, ചെറിയുള്ളി ചതച്ചത്, തക്കാളി കുഞ്ഞു കുഞ്ഞിങ്ങനെ അരിഞ്ഞത്, പിന്നെ അതിലേക്ക് മസാല പൗഡർ, കാശ്മീർ ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, വാളംപുളി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിലേക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിനി കുക്ക് ചെയ്യാം. പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ഉലുവയിട്ട്, ഉലുവ ഇടുന്നത് കറിക്ക് നല്ലതാണ് കേട്ടോ, നല്ല സ്മെല്ലുണ്ടാവും, ടേസ്റ്റ് കൂടും. ഇഞ്ചി വെളുത്തുള്ളി കൊത്തിയരിഞ്ഞതിട്ട്, കൊച്ചുള്ളി ചതച്ചതിട്ട്, പച്ചമുളക് അരിഞ്ഞതും, തക്കാളി അരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ഇത് നന്നായി വഴറ്റി കുഴമ്പ് രൂപത്തിൽ വരുമ്പോൾ വേണം നമുക്ക് മസാല ചേർക്കാൻ. അപ്പോൾ അതുവരെ വഴറ്റാം. ഇനി അതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം. കാശ്മീർ ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ മണം പോകുന്നത് വരെ വഴച്ചെടുക്കാം. മസാല നല്ല പിടിച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് പുളിവെള്ളം ഒഴിക്കാം. പിന്നെ പുളിവെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് കറി എത്ര വേണോ അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ച് നന്നായിട്ട് അത് വറ്റിച്ചെടുക്കണം. എന്നാലാണ് കറിക്ക് ടേസ്റ്റ് കൂടുള്ളൂ. അപ്പം നമുക്കതിലേക്ക് ഇനി നമ്മുടെ തല ഇടാം ആ മസാലയിലേക്ക്. എന്നിട്ട് മസാലയെല്ലാം എടുത്ത് ആ തലയുടെ മുകളിലിട്ട് ഒഴിക്കണം. പിന്നെ അതിൻ്റെ മുകളിലിങ്ങനെ കൂട്ടാനൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഒഴിക്കുക. ആ മുളകൊക്കെ കണ്ടി കറിവേപ്പില രണ്ടെണ്ണമില്ല. ആ പച്ച കറിവേപ്പില ചുവപ്പ് രണ്ട് കളറുകൾ കാണും, എടുത്ത് കടിക്കാൻ തോന്നുന്നു. ചല്ലി കുറച്ചേരം മൂടി വെച്ചിട്ട് നമുക്ക് എടുക്കാം. അതിന് നമുക്ക് കൊള്ളി ഒന്ന് കപ്പ ഒന്ന് കഷ്ണം കഷ്ണമായിട്ട് മുറിച്ചിട്ട് നമുക്ക് അതിനൂടെ അടിക്കണ്ടേ, സാധനമായിട്ട് അടിക്കാൻ വേണ്ടേ. അപ്പോൾ നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ട് വരാം. ഇതിനെ കൂട്ടാനൊക്കെ തടസ്സം വെക്കണം. അപ്പോൾ ഇതിൻ്റെ കഷ്ണം കഷ്ണമായിട്ട് നുറുകണം. നമുക്ക് നോക്കിയിട്ട് കാണാം. ഇനി കഴുകിയിട്ടൊക്കെ ഇങ്ങനെ കഴുകിയിട്ട് ഇനി 3 പച്ചമുളക് മിക്സിയിലിടുക. ഇനി ഇഞ്ചി വരണം, ഇനി ചെറുപുളി വരണം, പിന്നെ വെളുത്തുള്ളി കുറച്ചിടുക. ഇതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് സാധനം ഉണ്ടാക്കുക. അല്ലെങ്കിൽ സാധനം റെഡി ആവില്ലല്ലോ. നല്ലൊക്കെ ഒറ്റ കഴിക്കാൻ പറ്റും. അപ്പോൾ മുറുക്കിയത് അപ്പുറത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് കാണാം. ഇത്ര നേരം സംസാരിച്ചത് മോനായിരുന്നു കേട്ടോ. അവൻ എനിക്ക് പറഞ്ഞു തരികയാണ് ഇങ്ങനെയാണ് സംസാരിക്കുക. അപ്പോൾ ഞാൻ ബാക്കി പറയാം കേട്ടോ. ഇനി നമ്മൾ ചതച്ച് വെച്ച പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൊച്ചുള്ളിയും ഒക്കെ ചതച്ച് മിക്സിയിൽ ചതച്ച് വെച്ചിരുന്നു. അപ്പോൾ അത് നമ്മൾ ഈ കപ്പയിലേക്ക് ഇടണം. കുറച്ച് ഉപ്പിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ഇതാണ് നമുക്ക് കപ്പ വേവിക്കാൻ വേണ്ട മസാലകൾ. പിന്നെ ഇത് അടച്ച് അവിടെ വേവട്ടെ. അപ്പോൾ നമ്മുടെ തലക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകി കറിയൊക്കെ പാകത്തിനായി മസാലയൊക്കെ തലയിൽ പിടിച്ച് മീൻകറി നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോഴവിടെ നല്ല സ്മെല്ലുണ്ടാവും. പച്ച കോക്കനട്ട് ഓയിൽ ഒഴിക്കുമ്പോൾ ആ കറിക്ക് ഒരു പ്രത്യേക ഫ്ലേവറായിരിക്കും. അങ്ങനെ നമ്മുടെ തലക്കറി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ റെഡിയായോ ഒന്ന് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മേലെ കുറച്ച് കോക്കനട്ട് ഓയിൽ മേലെ കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. അങ്ങനെ നമ്മുടെ തൊടിയിൽ പോയി നമ്മളൊരു വാഴൻ്റെ കഷ്ണമൊക്കെ മുറിച്ചെടുത്തു. അങ്ങനെ നമ്മുടെ തലക്കറി
ഇലയിലേക്ക് നമുക്കിങ്ങനെ സെർവ് ചെയ്യാം. അതിലേക്ക് നല്ല മസാല അതിൻ്റെ മേലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് അപ്പോൾ നമ്മുടെ കപ്പ പുഴുങ്ങിയതും കൂടി നമ്മളതിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഷാപ്പിൽ തലക്കറിയും കപ്പയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പുറത്തെ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് നെക്കിക്കോളൂ കേട്ടോ. അപ്പോളെ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പം കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.